ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് നൈറ്റി മെറ്റീരിയൽസ് നോക്കാം. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൈറ്റി മെറ്റീരിയൽസ് ഫ്രീ ആണോ എന്ന്. ഇത് ഫ്രീ ആക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാനെന്നല്ല, ആര് സെയിൽ ചെയ്താലും ഓൺലൈനിൽ നമുക്ക് അയച്ചു കൊടുക്കുമ്പോൾ പോസ്റ്റൽ ചാർജ് നമുക്ക് വരും. അപ്പോൾ അത് നമുക്ക് ഫ്രീ ആക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇത് നിങ്ങൾക്ക് അയച്ച് തന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇത് തയ്ച്ച് സെയിൽ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചാണ് ഇതിന് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നൈറ്റി മെറ്റീരിയൽസിന് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആക്കാനായിട്ട് പറ്റാത്തത്. വെയിറ്റ് അനുസരിച്ചിട്ടാണ് ചാർജ് വരുന്നത്. 1 മുതൽ 2 പീസ് വരെ 1 kg ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ചുരിദാർ മെറ്റീരിയൽസ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. നമുക്കിതിനകത്ത് അജ്രക്കിൻ്റെ 3 കളറാണ് വരുന്നത്. 290-ൻ്റെയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. എല്ലാം 320-ൻ്റെ നമുക്ക് സ്റ്റോക്ക് കിട്ടിയില്ല. എന്തായാലും ഉടനെ തന്നെ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ 290 വേണ്ടവർ നോക്കുക. മെറൂൺ ഷെയ്ഡും പിന്നെ നേവി ബ്ലൂ ബ്ലാക്ക് പോലെ തോന്നുന്ന ഒരിതാണ് കേട്ടോ അതിൻ്റെ പീസും. പിന്നെ റെഡും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫുള്ള് കോഫി ബ്രൗൺ ആയിരുന്നു കൊണ്ടുവന്നത്. ഇപ്രാവശ്യം നമ്മൾ റെഡ് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തും 3 കളർ ഷെയ്ഡാണ്. നേരത്തെ കാണിച്ചതിൽ 3 കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് കുർത്തി തയ്ക്കാനും അതുപോലെ സാരി ബ്ലൗസൊക്കെ നമുക്ക് തയ്ക്കാനും നൈറ്റി തയ്ക്കാനും ഒക്കെ അടിപൊളി മെറ്റീരിയലാണ്. എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ അജ്രക്കിന് നല്ല സെയിൽ വരുന്നത്. അപ്പോൾ അടുത്ത വരുന്നത് ഷോൾ വിത്ത് നൈറ്റിയാണ്. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഷോൾ വരുന്നത് 2 മീറ്ററാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ഇങ്ങനെ ഡിസൈൻ വരുന്നതാണ്. 2 സൈഡിൽ ഇതേപോലെ വരും. അപ്പോൾ നല്ല ഭംഗി തോന്നിയപ്പം ഞാൻ എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് താല്പര്യം ഉണ്ടെന്ന് അറിയിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് വരുന്നത്. ഒരുപാട് കട്ടി വരത്തില്ല. നല്ല സോഫ്റ്റ് ഷോളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് തട്ടമായിട്ടൊക്കെ ഇടാനായിട്ട് അടിപൊളി മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റേതും വരുന്നത് നൈറ്റി 290 ഷോള് വരുന്നത് 2 മീറ്ററാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് എല്ലാത്തിൻ്റെയും ഷോള് വരുന്നത്. അപ്പോൾ ഫുള്ള് ഞാൻ ഓരോന്നുമായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന കാണിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ നോർമൽ റെഡ് കളറാണ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ ലൈറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഭയങ്കര കളറായിട്ട് തോന്നുന്നത്. നോർമൽ റെഡാണ് കേട്ടോ. ഒന്നും അങ്ങനെ കണ്ണി കുത്തുന്ന പോലത്തെ റെഡൊന്നും അല്ല. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതുപോലത്തെ ഒന്നുമല്ല, നോർമൽ റെഡാണ് വരുന്നത്. പിന്നെ വരുന്നത് മെറൂൺ ഷെയ്ഡാണ്. അതിനും ഷോള് ഇതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് 3 കളർ ഷെയ്ഡാണ്. ഇഷ്ടമുള്ളത് കറക്റ്റായിട്ട് ടിക്ക് ചെയ്തിട്ട് അയക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ കറക്റ്റായിട്ട് ടിക്ക് ചെയ്ത് അയക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചിലർ ഒരുപാട് ഫോട്ടോസ് മാത്രം ഇങ്ങനെ അയക്കും. നമുക്ക് ഏതാണ് വേണ്ടതെന്ന് നമ്മൾ രണ്ടാമത് ചോദിക്കും. പിന്നെ നിങ്ങൾ റിപ്ലൈ ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും സാധനം സോൾഡ് ഔട്ട് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ കറക്റ്റായിട്ട് അയക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് വരുന്നത് ഇതേപോലെയാണ്. ഇത് ടോപ്പിൻ്റെ, അതായത് നൈറ്റിയുടെ അതേ ഡിസൈൻ തന്നെയാണ് ഷോളിലും വന്നിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഡിസൈൻസിന് കണ്ടോ ഇതുപോലെ വ്യത്യാസമൊന്നുമില്ല. സെയിം ഇതേപോലെ തന്നെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇതെല്ലാം ഫോട്ടോസും നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാറ്റലോഗ് ഓരോരുത്തരും ഓരോ പ്രാവശ്യവും പുതിയതുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, കാറ്റലോഗ് നമുക്ക് വാട്സപ്പിൽ ഒന്നേ ഉണ്ടാവത്തുള്ളൂ. അതിന് മാറ്റം ഉണ്ടാകത്തില്ല. ഒറ്റ കാറ്റലോഗ് മാത്രമാണ്. അതിൽ ഫോട്ടോസ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കും. പിന്നെ അതിനകത്ത് ഇല്ലാത്ത സ്റ്റോക്ക് നമ്മൾ ഡിലീറ്റ് ആക്കിക്കൊണ്ടും ഇരിക്കും. ഓക്കെ, അപ്പോൾ കാറ്റലോഗിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതിനകത്താവുമ്പോൾ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ 3 കളർ ഷെയ്ഡാണ് വരുന്നത്. റെഡ്, നേവി ബ്ലൂ, മെറൂൺ. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഇത് ഏതാണോ വേണ്ടത് അത് കറക്റ്റായിട്ട് ടിക്ക് ചെയ്തിട്ട് അയയ്ക്കുക. അതല്ലെങ്കിൽ കാറ്റലോഗിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് അയക്കാവുന്നതാണ്. അടുത്ത് വരുന്നതും ഈ ഒരു മോഡലും ഷോൾ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇതും നേരത്തെ നമ്മൾ ഫസ്റ്റ് കാണിച്ച പോലെ തന്നെ 2 സൈഡിലും ഷോളിൽ ഡിസൈൻ വരുന്ന ടൈപ്പാണ് കേട്ടോ. നടുക്ക് ഇങ്ങനെ ഒരു 6 ആക്ക് ഡിസൈനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഇത് ഫുള്ളായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഇതുപോലെയാണ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മളെല്ലാം നിവർത്തി കാണിക്കുമ്പോൾ നമുക്ക് മടക്കാൻ ഒരുപാട് ടൈം എടുക്കും. എനിക്കാണെങ്കിൽ ഈ മടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ആ കറക്റ്റ് മടക്കിന് വെച്ച് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനത് കാണിക്കുന്നുണ്ട്. റെഡും അതേപോലെ തന്നെ നോർമൽ റെഡ് കളറാണ്. പിന്നെ വരുന്നത് മെറൂണാണ്. അപ്പോൾ ഇതിന് പാൻറ്റ് ബ്ലാക്ക് നിങ്ങൾ എടുത്താൽ മതി. ഏത് വേണേലും ചേരുന്ന രീതിയിൽ നമുക്ക് ഇടാനായിട്ട് പറ്റും. ബ്ലാക്ക് നമുക്ക് പ്ലെയിൻ മെറ്റീരിയലുണ്ട്. അപ്പോൾ അതും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ സെയിം നല്ല ഭംഗിയിൽ കണ്ടോ കറുത്ത ഡിസൈനൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ പാൻറ്റ് ബ്ലാക്ക് യൂസ് ചെയ്യാം.
അപ്പോൾ ഇത്രയാണ് ഷോൾ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. അതിൽ ഇഷ്ടമുള്ളത് ഏതാണോ അത് ടിക്ക് ചെയ്തിട്ട് അയക്കുക. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസും നമ്മൾ അജ്രക്കിൻ്റെയാണ് കാണിച്ചത്. ഇനി അടുത്തത് നമ്മൾ ഗൗരവിൻ്റെ 290-ൻ്റെയാണ് കാണിക്കുന്നത്. ഇതുപോലെ കമ്മൽ ഡിസൈനാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. റെഡിൽ ഒരു റോസ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. അകവും പുറമൊക്കെ ഉള്ള മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് പെയറായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഒന്നിൻ്റെ പ്രൈസ് 157 ആണെങ്കിൽ അടുത്തതിൻ്റെ 157 വെച്ച് ഒരുമിച്ച് കൂട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതെല്ലാം പെയറായിട്ട് ഞാൻ കൊടുക്കുന്നതിന് കാരണം ഒരുപാട് പേര് നമ്മളോട് പെയർ മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഇങ്ങനെ സിംഗിളായിട്ട് കൊടുക്കുമ്പോൾ പിന്നെ എല്ലാത്തിൻ്റെ ഓരോന്ന് പോകും. ഇതിപ്പോൾ സ്ട്രൈപ്പ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. നല്ലതല്ലേ, പാൻറ്റിന് യൂസ് ചെയ്യാനും അതുപോലെ ഇത് ടോപ്പിന് യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഇത് നല്ല പ്രത്യേകതയുള്ള ഒരു കളറാണ് കേട്ടോ. ഇത് ഗ്രീൻ കളറ് വരുന്നത്. പിന്നെ ഇത് വരുന്നത് മെറൂണാണ്. മെറൂണിൽ റോസ് കളറാണ്. എല്ലാം 5 കളറും അടിപൊളി കളറാണ്. നമുക്ക് എല്ലാം ഇഷ്ടമാവുന്ന നല്ല രസമാണ്. ആദ്യത്തേത് മെറൂണാണ് വരുന്നത്. മെറൂണിൻ്റെ കോമ്പിനേഷൻ പെയറായിട്ട് തന്നെ എടുക്കണം. പിന്നെ വരുന്നത് നമ്മൾ മൈലാഞ്ചി ഇടത്തില്ല, ആ കറക്റ്റ് ആ അരയ്ക്കുമ്പോൾ ഉള്ള ഇതില്ലേ മൈലാഞ്ചിയുടെ ആ ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ഒരു കളർ കാണാനായിട്ട്. അപ്പോൾ എല്ലാം പെയറായിട്ട് തന്നെ എടുക്കണം. രണ്ടിനും സെപ്പറേറ്റ് ആണ് പ്രൈസ്, അല്ലാതെ രണ്ടും കൂടെ ചേർത്ത് 157 അല്ല കേട്ടോ. ഹോൾസെയിൽ പ്രൈസ് ആണ് 157. ഇപ്പോൾ 2 പീസ് മാത്രം നിങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ റീറ്റെയിൽ പ്രൈസ് ആയിരിക്കും വരുന്നത്. അപ്പം 167 ആയിരിക്കും പ്രൈസ് വരുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇത്ര മെറ്റീരിയൽസാണ്. അപ്പോൾ പെയറായിട്ട് തന്നെയാണ് ഞാൻ കാറ്റലോഗിൽ ഫോട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ പീസായിട്ട് കിട്ടുമെന്ന് ചോദിക്കരുത്. നമ്മൾ പെയറായിട്ട് തന്നെയായിരിക്കും കൊടുക്കുന്നത്. അടുത്ത് വരുന്നത് ഇതും പെയറായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എങ്കിലും ഞാൻ സിംഗിൾ പീസായിട്ടാണ് കൊടുക്കുന്നത്. കാരണം രണ്ടും 2 ഡിസൈനാണ്. പക്ഷെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഈ പെയർ അടിപൊളിയാണ്. ഒന്ന് കോഫി ബ്രൗണിൽ ഇതുപോലെ ഒരു കാക്കി ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പെയർ പാൻ്റായിട്ട് വന്നിരിക്കുന്നതും കാക്കിയുടെ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ടോപ്പായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പെയറായിട്ട് പറയാഞ്ഞത്. അടുത്ത് വന്നിരിക്കുന്നത് എന്താ, പർപ്പിൾ ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിൻ്റെ പെയർ വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു വാടാമുല്ല കളറാണ് കേട്ടോ. കണ്ടോ, നല്ല രസമാണ് ടോപ്പൊക്കെ തയ്ക്കാനായിട്ട്. അടുത്ത് വന്നിരിക്കുന്നത് റെഡാണ്. റെഡും നല്ല ഡാർക്ക്, ഒരു ഭയങ്കര ഡാർക്ക് ബ്ലാക്കോട് ചേർന്ന് വരുന്ന ഒരു റെഡ് പോലുള്ള ഡാർക്ക് റെഡില്ലേ, അത് റെഡാണ്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള റെഡാണ്. അപ്പോൾ ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത് ഡാർക്ക് ആഷാണ്. അതിലിങ്ങനെ ചെറിയ ചെറിയ റെഡ് ഡിസൈൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഇതിൻ്റെ ഈ പേര് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പെയറായിട്ട് നിർബന്ധം പറയാഞ്ഞത്. കാരണം ഒരു ചെറിയൊരു ഡിസൈൻ പോലെ മാത്രമേ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. കണ്ടത് ടോപ്പും ബോട്ടമായിട്ട് നമുക്ക് തോന്നത്തില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. നൈറ്റി തയ്ക്കാനും ടോപ്പ് ആൻഡ് ബോട്ടോ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. അടുത്ത് വരുന്നത് ഇതേപോലെ ഇങ്ങനെ സ്ലാൻഡ് ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഇത് കണ്ടോ, ഒരേപോലെ തോന്നും. നേവി ബ്ലൂവും ഗ്രീനുമാണ് നമ്മൾ കാണിച്ചത് കേട്ടോ. ആദ്യം കാണിച്ച ബ്ലൂ ആണ്, പിന്നെ മജന്തയാണ്, പിന്നത്തെ ഓരോ കളറും നമ്മൾ അതിനകത്ത് കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട്. ഒനിയൻ പിങ്ക് ഉണ്ട്, മെറൂൺ വന്നിട്ടുണ്ട്, പിന്നെ മസ്റ്റാർഡ് യെല്ലോ വന്നിട്ടുണ്ട്, കോഫി ബ്രൗൺ വന്നിട്ടുണ്ട്, റെഡ് വന്നിട്ടുണ്ട്. റെഡും ഈ പറഞ്ഞ പോലെ നല്ല ഡാർക്ക് ഡീപ്പ് റെഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ ഓരോന്നും നമുക്ക് നേരത്തെ വയ്ക്കാം. കണ്ടോ, ഫസ്റ്റ് വന്നിരിക്കുന്നത് റെഡ്, പിന്നെ കോഫി ബ്രൗണ്, മസ്റ്റാർഡ് യെല്ലോ, മെറൂണ്, ഗ്രീന്, ഒനിയൻ പിങ്ക്. അപ്പോൾ ഇതിൻ്റെ കളറ് കാറ്റലോഗിൽ നോക്കിയാൽ മതി കേട്ടോ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ. അടുത്ത വന്നിരിക്കുന്നത് ഇതേപോലെ, ഇത് നല്ല ഡാർക്ക് കളറാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ എല്ലാം പ്രൈസ് ഞാൻ മേളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. ഇതിനകത്ത് ഗ്രീന്, വൈൻ ഷെയ്ഡ്, മെറൂൺ ഷെയ്ഡ്, ചന്ദന കളറ്, ഇത് പീച്ച് ഷെയ്ഡ്, ഇത് ഒലീവ് ഗ്രീന്, ഒരുവിധം എല്ലാ കളറും വന്നിട്ടുണ്ട്. ബ്രൗൺ ഷെയ്ഡ്, പിന്നെ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡും വന്നിട്ട്. ഈ കളേഴ്സ് എല്ലാം ഏകദേശം കാണുന്ന പോലെ തന്നെയാണ് വരുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. വലിയ ഡിഫറൻസ് ഇല്ല. വാടാമുല്ലയും വൈനും മാത്രമേ ഉള്ളൂ വേറൊരു ഷെയ്ഡായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ഏകദേശം ഈ ഒരു കളർ തന്നെ. ഇപ്രാവശ്യം ഞാൻ ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നേരത്തേലും കുറച്ചുകൂടെ കാണാൻ പറ്റുമോ എന്ന് അറിയാൻ. അപ്പോൾ അത് അഭിപ്രായം അറിയിക്കുക. ലൈറ്റ് വെച്ചത് നല്ലതാണോ എന്താണെന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ അറിയാമല്ലോ. അപ്പോൾ അടുത്തത് ഇതുപോലെ റെഡ്, പീച്ച് ഷെയ്ഡ്, കോഫി ബ്രൗണ്, പിന്നെ മെറൂൺ കളറ്. ഫസ്റ്റ് വന്ന റെഡാണ് കേട്ടോ. അത് എനിക്ക് പെട്ടെന്ന് അറിയത്തേ ഇല്ല.
ഇപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ നമ്മൾ വോയിസ് കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് ഏതൊക്കെ കളറാണെന്നുള്ളത്. പിന്നെ ഇത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ. എനിക്കത് സംശയം വന്നിട്ടാണ് ഞാൻ എടുത്തു നോക്കുന്നത്. ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് എനിക്കെല്ലാം ഒരേപോലെ തന്നെ തോന്നുവാണ്. ഇത് ഒരു വൈൻ ഷെയ്ഡ് പോലെ എന്ന് പറയാം, ഒനിയൻ പിങ്കിൻ്റെ ഡാർക്ക് ഒനിയൻ പിങ്ക് എന്ന് വേണമെങ്കിലും പറയാം. ഇത് മസ്റ്റാർഡ് എല്ലോ, അങ്ങനെ ഇത്രയും ഷെയ്ഡാണ്. റെഡ്, നേവി ബ്ലൂ, പിന്നെ മസ്റ്റാർഡ് എല്ലോ, ഒനിയൻ പിങ്കിൻ്റെ ഡാർക്കും ഉണ്ട് ലൈറ്റും ഉണ്ട്. പിന്നെ ബ്ലൂ, ഇത് ഗ്രീന്, ഇത് വാടാമുല്ല കളറാണ് കേട്ടോ. ഇത് വേറൊരു മജന്ത പോലെ തോന്നും. ഇതാണ് വൈൻ ഷെയ്ഡ് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ പീച്ച്, ഇത് കോഫി ബ്രൗൺ ആണ് കേട്ടോ. എല്ലാം കാറ്റലോഗിൽ നോക്കിയാൽ മതി. ഡൗട്ടുള്ളവർ കാറ്റലോഗിൽ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അടുത്ത ചന്ദന കളറാണ്. ചന്ദന കളറിൽ ബ്ലാക്കിൽ ചന്ദന കളറും ചന്ദന കളറിൽ ബ്ലാക്കും, അങ്ങനെ 2 കളറ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന പെയറാണിത്. പെയറായിട്ട് വേണമെങ്കിൽ എടുക്കാം, സിംഗിൾ പീസായിട്ട് വേണമെങ്കിലും എടുക്കാം. ഇത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. ഇതൊരു ബേൺഡ് ഓറഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഒരു ബ്രൗണിൽ ഓറഞ്ച് മിക്സ് ആയിട്ട് ഇരുന്നാൽ എങ്ങനെ ഇരിക്കും അതേപോലെ. അപ്പോൾ അടുത്ത റെഡ് വരുന്നുണ്ട്. റെഡിൽ മിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഒരു നീലപ്പച്ച കളറാണ് ലാസ്റ്റ് വരുന്നത്. ഫസ്റ്റ് ബ്ലൂ ആണ് കേട്ടോ. അത് രണ്ടും ഒരേപോലെ തോന്നും. അപ്പോൾ അത് മാറിപ്പോവരുത്. ടിക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വേണം അയക്കാനായിട്ട്. നീലപ്പച്ച കളറും ഉണ്ട്, കറക്റ്റ് നീലയും ഉണ്ട്. ഫസ്റ്റ് വരുന്നത് നീലപ്പച്ച കളറാണ്. പിന്നെ വരുന്നത് റെഡിൻ്റേത്, പിന്നെ ബേൺഡ് ഓറഞ്ച്, പിന്നെ വരുന്നത് ബ്ലൂ, പിന്നെ ചന്ദന കളർ. അപ്പോൾ ഇത് പെയറായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്, സിംഗിളായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. 320 ആയതുകൊണ്ട് പെയർ വെക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് 320 ഞാൻ കഴിവതും പെയർ വെക്കാറില്ല. പിന്നെ ഇത്തിരി റേറ്റ് കുറഞ്ഞ, അതായത് 159, 57 ഒക്കെയാണ് നമ്മൾ പെയർ പറയാറുള്ളത്. ഇനി അടുത്തത് വരുന്നത് ഇതേപോലെ. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. ഫുള്ളിങ്ങനെ ഇതുപോലെ വരുന്നതാണ്. ഒട്ടും തന്നെ അഴുക്കാകത്തില്ല എന്നുള്ളതാണ്. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് അടുക്കളയിലൊക്കെ പണി ചെയ്യുമ്പം കറ പറ്റുമെന്നോ അങ്ങനെ ഒന്നും പേടിക്കണ്ട. ഫുള്ള് വർക്ക് ഇതുപോലെ ഡിസൈൻ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. കൊള്ളാം, നല്ല രസമുള്ള കളറാണ്. വൈൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ ആണ്. പിന്നെ ബ്ലൂ വന്നിട്ടുണ്ട്. പിന്നെ കോഫി ബ്രൗൺ അല്ലെങ്കിൽ മെറൂൺ പോലെ തോന്നുന്ന കളർ വന്നിട്ടുണ്ട്. പിന്നെ ഗ്രീനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും 5 കളറ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ, നല്ലതാണ്. നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. ടോപ്പ് തയ്ക്കാനും നൈറ്റ് തയ്ക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സാണ്. അപ്പോൾ ഇത്രയും ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് മെറൂണ്, പിന്നെ ബ്ലൂ, ബ്രൗണ്, ഗ്രീന്, വൈൻ, അങ്ങനെ 5 കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് മുകളിൽ എഴുതിയിട്ടുണ്ട്, അത് നോക്കിയാൽ മതിയേ. അപ്പോൾ അടുത്ത് വരുന്നത് ഇതുപോലെ ഗ്രീൻ കളറിൻ്റെ വന്നിട്ടുണ്ട്. പിന്നെ ബ്രൗൺ കളറുണ്ട്. ഇത് നല്ല യെല്ലോ കളർ പോലെ തോന്നുക കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. യെല്ലോ പ്രേമികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഇഷ്ടമാവും. ഒരു പ്രത്യേകതയാണ് നമുക്ക് യെല്ലോ ഒരു ഇഷ്ടം തോന്നുന്നു. പണ്ടൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു യെല്ലോ, പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. യെല്ലോയും ഗ്രീനും ഒക്കെ. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന കോമ്പിനേഷനും അതാണ്, ഗ്രീനും യെല്ലോയും വരുന്നതാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലൂ വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു വാടാമുല്ല കളർ പോലെ വരുന്ന ഒരു പ്രത്യേക കളറാണ് കേട്ടോ. കൊള്ളാം, നല്ല ഭംഗിയുള്ള കളറാണ്. അപ്പോൾ ഈ 5 കളേഴ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ടിക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്യുക. കറക്റ്റായിട്ടൊന്ന് ടിക്ക് മാർക്കോ അല്ലെങ്കിൽ ഒരു വര പോലെ എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ എനിക്കത് അറിയാനായിട്ട് കൂടുതൽ എളുപ്പമായിരിക്കും. അടുത്ത വരുന്നത് ഷോൾ മെറ്റീരിയലാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ 2 സൈഡിൽ ഡിസൈൻ വരുന്നതല്ലേ, ഇപ്രാവശ്യം ഒറ്റ ഡിസൈനാണ് ഞാൻ എടുത്തത്. അതാകുമ്പോൾ നമുക്ക് ടോപ്പ് തയ്ക്കാനാണെങ്കിലും യൂസ് ചെയ്യാം, നൈറ്റിയൊക്കെ എല്ലാവർക്കും രണ്ടിനും കൂടെ യൂസ് ചെയ്യാമല്ലോ, ടോപ്പിനും നൈറ്റിക്കും. അതുകൊണ്ടാണ് അങ്ങനത്തെ എടുത്തത്. പിന്നെ ഷോൾ വരുന്നത് ഇതേപോലെയാണ്. നടുക്ക് ഇങ്ങനെ കുറച്ച് പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ 2 സൈഡിലും ഇതേപോലെ. അപ്പോൾ ഇതേപോലെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. നമ്മുടെ കയ്യിൽ 10 കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെ തന്നെ നല്ല ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിലും ഷോളിന് ഇതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓരോന്നും ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. സെയിം കളറിൻ്റെ തന്നെ ഷോളായിരിക്കും വരുന്നത്. പിന്നെ ഡിസൈനും ഇത് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് വന്നത് ഡാർക്ക് ഒരു ഒനിയൻ ഷെയ്ഡ്, ഒനിയൻ പിങ്ക് എന്ന് പറയാം, അല്ലെങ്കിൽ വൈൻ ഷെയ്ഡ് എന്ന് പറയാം. ഇത് ആഷ് കളറാണ് വരുന്നത്. ഇത് നല്ല സംശയം നമുക്ക് തോന്നും കളേഴ്സ് തമ്മിൽ. ഇത് ഒലീവ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന ഒരു ലൈറ്റ് കളർ പോലെ വരുന്ന ഒരു കളറാണ്. കൊള്ളാം, നല്ല കളർ തന്നെയാണ്. ഇത് വരുന്നത് നേവി ബ്ലൂ ആണ്. ബ്ലാക്ക് പോലെ നമുക്ക് തോന്നും. ഇത്
ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് എന്ന് പറയാം, കുറച്ച് ബ്രൗണും കൂടെ ചേർന്ന ഒരു കളർ പോലെ വരുന്ന ഷെയ്ഡാണ്, കുറച്ച് ഡാർക്കറായിട്ടുള്ള ഒരു ചോക്ലേറ്റ് പോലൊക്കെ വരുന്ന ഒരു ഷെയ്ഡ്. പിന്നെ ഇത് മെറൂണാണ് വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്ന നീലപ്പച്ച കളർ, ഇത് ശരിക്കും വ്യത്യാസമാണ് കേട്ടോ. അത് താഴേക്ക് എനിക്ക് നോക്കുമ്പോൾ കറക്റ്റ് പച്ച എങ്ങനെ ഇരിക്കുന്നു അതുപോലെയാണ് ഇരിക്കുന്നത്, എന്നാൽ ക്യാമറയിലേക്ക് നോക്കുമ്പോൾ കറക്റ്റ് നീല. നല്ല വ്യത്യാസമാണ്, പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു കളറുമാണ്, പക്ഷേ നല്ല വ്യത്യാസമാണ്. ക്യാമറയിൽ കറക്റ്റ് അതിൻ്റെ കളറ് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് സത്യം. അടുത്ത വരുന്നത് ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡ് എന്നൊക്കെ വേണേൽ നമുക്ക് പറയാവുന്ന ഒരു കളറാണ്. അപ്പോൾ ഇതെല്ലാം എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ ഓരോന്നും നോക്കും കേട്ടോ. പരസ്പരം ഭയങ്കര സാമ്യമുണ്ട് മിക്ക കളറിനും. എനിക്ക് ആ സമയത്ത് എനിക്ക് ലൈറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പം വോയിസ് ഇടുമ്പോൾ എനിക്കിത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ക്യാമറയിൽ ഫോണിൽ നോക്കുമ്പോൾ കളർ കണ്ടോ. സംശയം വന്നിട്ടാണ് ഞാനത് വീണ്ടും വീണ്ടും എടുത്ത് നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇപ്പം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇത് ഫസ്റ്റ് വൈൻ ഷെയ്ഡ്, ഇത് കോഫി ബ്രൗണ്, പിന്നെ ആദ്യത്തേത് ബ്ലാക്ക് ആണെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ. ആ വെട്ടം അടിക്കുമ്പോൾ കണ്ടോ നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും തെറ്റിപ്പോകരുത്. ഇത് ഡാർക്ക് വൈൻ ഷെയ്ഡ് വരുന്നുണ്ട്, കോഫി ബ്രൗൺ വരുന്നുണ്ട്, നേവി ബ്ലൂ വരുന്നുണ്ട്. അങ്ങനെ 3 കളേഴ്സാണ്. അപ്പോൾ ഇത് നമുക്ക് അടുക്കി വയ്ക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് കളറും കൂടി ഒന്ന് പറയാം. അപ്പോൾ എൻ്റെ കൈ പോകുന്നത് നോക്കണ്ട, കറക്റ്റായിട്ട് ഞാൻ കളറ് പറയും. ഫസ്റ്റ് വരുന്നത് നേവി ബ്ലൂ, പിന്നെ ഒനിയൻ പിങ്ക്, പിന്നെ വരുന്നത് മെറൂണ്. ഇത് കറക്റ്റ് നീലപ്പച്ച കളറാണ് കേട്ടോ. ഇത് കോഫി ബ്രൗൺ ആണ്, പിന്നെ ഒരു ബിസ്ക്കറ്റ് കളറാണ് വരുന്നത്, ബിസ്ക്കറ്റ് ഷെയ്ഡ് പോലെ ബ്രൗണും കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു വരുന്നത് ഒരു വൈൻ ഷെയ്ഡ് എന്ന് വേണേൽ പറയാം, അതല്ലെങ്കിൽ ഒരു ഡാർക്ക് ഒനിയൻ പിങ്ക് എന്ന് വേണേൽ പറയാം. പിന്നെ വരുന്നത് ഒലീവ് ഗ്രീൻ വരുന്നുണ്ട്, പിന്നെ വരുന്നത് കോഫി ബ്രൗണ്, പിന്നെ ലാസ്റ്റ് വരുന്ന ആഷ്. ഇത്രയും കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നതിൽ. ഈ നീലപ്പച്ചയ്ക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം ഏകദേശം ആ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു കളർ പോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് നമുക്കുള്ളത്. പിന്നെ ഒരു കാര്യം, 15 മിനിറ്റിനകം പേയ്മെൻറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ പറയുന്നത്. പേയ്മെൻറ്റ് ചെയ്യാൻ നിങ്ങൾ വൈകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അന്നേരം ഞാൻ പറയാം. പിന്നെ എന്തായാലും വാങ്ങുന്നവർ പൈസ കയ്യിലുണ്ടാവുമല്ലോ, അപ്പോൾ അത് പേയ്മെൻറ്റ് ചെയ്യാനും വാങ്ങാനും വേണ്ടി തന്നെ ഇരിക്കുന്നവരായിരിക്കും. അല്ലാത്തവരിങ്ങനെ 1-2 ദിവസത്തേക്ക് എടുത്ത് വെക്കാമെന്നൊക്കെ ചോദിക്കും. നമ്മളങ്ങനെ എടുത്ത് വെക്കാറൊന്നുമില്ല. പിന്നെ ചില കേസിൽ മാത്രം നമ്മളങ്ങനെ എടുത്ത് കുറച്ച് സമയത്തേക്ക് മാത്രം മാറ്റി വയ്ക്കും. നമുക്കങ്ങനെ സമയം കൊടുക്കാൻ പറ്റാത്തത് ഒരു കളറിൻ്റെ തന്നെ 3 എണ്ണമായിരിക്കും. ചിലപ്പോൾ എല്ലാവരും കൂടെ ഒറ്റ കളർ തന്നെ വേണമെന്ന് പറയാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബില്ലിട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ വാങ്ങി പോയാലല്ലേ നമുക്ക് അടുത്ത ആൾക്ക് ബില്ല് കൊടുക്കാൻ പറ്റും. അല്ലാതെ ഒരാളെ നമ്മൾ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് 1/2-3 മണിക്കൂർ ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഒരുപാട് 10-300 മെസ്സേജ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, കോൾ ചെയ്യരുത്. കോൾ ചെയ്താൽ എനിക്കതൊരു ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ട് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഞാൻ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും 2 ദിവസം കഴിഞ്ഞാണെങ്കിൽ കൂടി. ഓക്കെ. പിന്നെ പ്ലെയിൻ മെറ്റീരിയൽസ് നമുക്ക് ഇത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വീഡിയോയിൽ അത് കാണിക്കാനായിട്ട് മറന്നുപോയി. പിന്നെ ഞാൻ ലാസ്റ്റ് ഇത് ഫുള്ള് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫോട്ടോസ് ഇതിനകത്ത് ചേർത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ ഇഷ്ടമുള്ള കളേഴ്സ് ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്താൽ മതി. അതുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര എണ്ണം വേണ്ടതെന്ന് വെച്ചാൽ ടോട്ടലായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ടോട്ടൽ ബില്ല് നമ്മൾ തരുന്നതായിരിക്കും. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മെറ്റീരിയൽസ് എല്ലാം നോക്കി കറക്റ്റായിട്ട് തന്നെ അയക്കുക. നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, ആരും കോൾ ചെയ്യരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. താങ്ക് യു.